ഈ കഴിഞ്ഞ 712 ദിവസമായി ഗാസയിൽ നടത്തുന്ന ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇസ്രായേലിൽ നിലവിൽ ബെഞ്ചമിൻ നെതന്യാഹു അഭിമുഖീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നണിക്കകത്ത് പ്രശ്നങ്ങളുണ്ട്. കൃത്യമായിട്ടും ഒരു വംശഹത്യാ സ്വഭാവത്തിൽ ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങളുടെ ഒരു നീണ്ട പട്ടിക ഇതിനു മുമ്പ് തന്നെ ലോകം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് വന്നതിന് മുമ്പ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇസ്രായേൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 2 മനുഷ്യാവകാശ സംഘടനകൾ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് എത്രയോ നാൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗാസ സിറ്റി പൂർണ്ണമായി വളഞ്ഞ് കീഴടക്കി സൈന്യത്തിൻ്റെ പരിധിയിലാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഈ ബന്ദികൾക്ക് ജീവനാശം സംഭവിച്ചേക്കാം, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം തുടങ്ങിയുള്ള ആശങ്കകൾ ഇസ്രായേൽ ശക്തമാണ്. എല്ലാ കാലവും ഇസ്രായേലിനോട് ചേർന്ന് നിന്നിട്ടുള്ള യൂറോപ്യൻ യൂണിയനകത്തുള്ള രാജ്യങ്ങൾ വലിയ രീതിക്കുള്ള സാങ്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ നടത്തണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ട്. പലസ്തീനികളുടെ ജനനം പോലും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക്, അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഇസ്രായേൽ സൈന്യം ഈ ഗാസയിലെ നീക്കങ്ങൾ നടത്തുന്നുള്ളത്. 2023 അവസാനത്തോടു കൂടി ഗാസയിലുണ്ടായിരുന്ന ഏക IVF ഹോസ്പിറ്റൽ അവർ നശിപ്പിച്ചു കളഞ്ഞു. ഈ IVF ഹോസ്പിറ്റൽ തകർക്കപ്പെടുമ്പോൾ ഏകദേശം 4000-ഓളം ഭ്രൂണങ്ങളും 1000-ഓളം ബീജ സാമ്പിളുകളാണ് നഷ്ടപ്പെട്ടത്. ഈ 5 വയസ്സുകാരിയായിട്ടുള്ള ഹിന്ദ് റജബ് ഈ മൃതദേഹങ്ങളുടെ മറപറ്റി ഈ വെടിയേൽക്കാതെ സഹായത്തിനായി ഇങ്ങനെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഇവരെ സഹായിക്കാനുള്ള റെഡ് ക്രോസ് സേന എത്തുമ്പോഴേക്കും ഈ പെൺകുട്ടി മരിച്ചിരുന്നു. നാസി ജർമ്മനിയുടെ കാലത്ത് ഏതാണ്ട് 6 ദശലക്ഷത്തോളം ജൂതരാണ് കൂട്ടക്കൊലക്കിരയായെന്നാണ് കണക്ക്. അപ്പോൾ ഈ ജൂതരുടെ കൂട്ടക്കൊലയുടെ വേദന ഉൾക്കൊണ്ടാണ് 1948 ഐക്യരാഷ്ട്രസഭ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വംശഹത്യാ കൺവെൻഷൻ്റെ മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തുന്നത്. ഈ 712 ദിവസം കൊണ്ട് 19,424 കുഞ്ഞുങ്ങളാണ് ഗാസയിൽ മരിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഓരോ 52 മിനിറ്റിലും ഓരോ കുട്ടി വീതം മരിക്കപ്പെടുന്നതാണ് നിലവിലെ കണക്ക്. ഗാസ സിറ്റിയെ പൂർണ്ണമായി കീഴടക്കുക, സൈന്യത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരിക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ ആക്രമണമെന്നാണ് ഇസ്രായേലിൻ്റെ പക്ഷം. നമുക്കറിയാം, ഇത്രയും എക്സ്ട്രീമായിട്ടുള്ള നടപടികളിലേക്ക് പോകുമ്പോഴെല്ലാം നെതന്യാഹുവിന് അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് അജണ്ടകൾ എല്ലായ്പ്പോഴും ഉണ്ടെന്ന് ഉള്ളത് ഈ ഗാസയിൽ ഇസ്രായേലിൻ്റെ അധിനിവേശം ആരംഭിച്ചത് പോലുള്ള ചരിത്രം പരിശോധിച്ച് നമുക്ക് ബോധ്യമാവുന്നതാണ്. ഇത്തവണയും നെതന്യാഹുവിനെ സംബന്ധിച്ച് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ നെതന്യാഹുവിനെ പ്രേരിപ്പിക്കുന്ന നിരവധിയായ കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം ഇസ്രായേലിനകത്ത് ഈ ഗാസ അധിനിവേശം തുടങ്ങിയതിന് ശേഷം ഇസ്രായേലിനകത്ത് രൂപപ്പെട്ടിരിക്കുന്ന വലിയ പ്രതിഷേധങ്ങളാണ്. ഏറ്റവും ഒടുവിലായിട്ടിപ്പം നമുക്കറിയാം, ഗാസയിൽ ഹമാസിൻ്റെ പിടിയിൽ 50ഓളം ബന്ദികളുണ്ടെന്നാണ്, ഇസ്രായേൽ ബന്ദികളുണ്ടെന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ബന്ദികളെ ഈ കഴിഞ്ഞ 712 ദിവസമായിട്ട് ഇസ്രായേൽ നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ടും ഗാസ സിറ്റി പൂർണ്ണമായി വളഞ്ഞ് കീഴടക്കി സൈന്യത്തിൻ്റെ പരിധിയിലാക്കാനുള്ള ശ്രമത്തിനിടയിൽ ഈ ബന്ദികൾക്ക് ജീവനാശം സംഭവിച്ചേക്കാം, അവരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം തുടങ്ങിയുള്ള ആശങ്കകൾ ഇസ്രായേൽ ശക്തമാണ്. ഇപ്പോൾ ഈ ബന്ദികളുടെ കുടുംബങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ റാലികൾ ഇതിനകം ഇസ്രായേലിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 712 ദിവസമായി ഗാസയിൽ നടത്തുന്ന ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇസ്രായേലിൽ നിലവിൽ ബെഞ്ചമിൻ നെതന്യാഹു അഭിമുഖീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നണിക്കകത്ത് പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മുന്നണിയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വലത് ശക്തികളുടെ മാത്രം പിൻബലത്തിലാണ്, അല്ല അവരെ തൃപ്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം വെച്ച് മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ. അവർ മാത്രമാണ് ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളിൽ നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു തലം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാം, ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി 80ാമത് ജനറൽ അസംബ്ലി ഇപ്പോൾ കൂടാൻ പോവുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ദിവസങ്ങളേ ഉള്ളൂ ചേരാൻ, 23-ാം തീയതി മറ്റാണിത് ആരംഭിക്കുന്നത്. അപ്പം ഈ ജനറൽ അസംബ്ലിയിൽ ഈ പലസ്തീൻ വിഷയം വലിയൊരു ചർച്ചാ വിഷയമായിട്ട് ഉയർന്നു വരുമെന്ന് ഇതിനകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല രാജ്യങ്ങളും ഇപ്പം ഈ അമേരിക്കൻ പക്ഷത്ത് നിൽക്കുന്ന ഇസ്രായേലിനെ പിന്തുണച്ചുകൊണ്ടിരുന്ന പല രാജ്യങ്ങളും പരസ്യമായിട്ട് 1967 അതിർത്തി മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ഒരു പലസ്തീൻ രാജ്യത്തെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം. അപ്പോൾ ഇത്തരം പ്രഖ്യാപനങ്ങൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും ഒടുവിലായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് അസന്നിഗ്ധമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് 1948 ഈ വംശഹത്യാ കൺവെൻഷനിൽ സൂചിപ്പിച്ചിരിക്കുന്ന വംശഹത്യാ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട 5 മാനദണ്ഡങ്ങൾ, 5 പ്രവൃത്തികൾ. ഈ 5 പ്രവൃത്തികളിൽ 4 പ്രവൃത്തികളും ഇസ്രായേൽ ഭരണകൂടവും ഇസ്രായേൽ സൈന്യവും ചെയ്തു എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്.
അപ്പോൾ ഇത്തരത്തിൽ വളരെ ഇസ്രായേലിൻ്റെ ഈ ഗാസയിലെ നടപടികളും പലസ്തീൻ ജനതയ്ക്കെതിരെ നടത്തുന്ന ഈ വംശഹത്യ സ്വഭാവത്തിലുള്ള ഇടപെടൽ, സ്വഭാവം എന്നുള്ള വംശഹത്യയോടും വളരെ ശക്തമായിട്ട് തന്നെ ലോകം പ്രതിഷേധിക്കുന്നുണ്ട്. ഇസ്രായേലിനകത്ത് പ്രതിഷേധമുണ്ട്, ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രതിഷേധമുണ്ട്. ഇപ്പം നമുക്കറിയാം എല്ലാ കാലവും ഇസ്രായേലിനോട് ചേർന്ന് നിന്നിട്ടുള്ള യൂറോപ്യൻ യൂണിയനകത്തുള്ള രാജ്യങ്ങൾ വലിയ രീതിക്കുള്ള സാങ്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ നടത്തണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഇസ്രായേൽ വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഗാസ സിറ്റി പൂർണ്ണമായി കീഴടക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപനം വന്നത് ഗാസ സിറ്റി കീഴടക്കിയതിന് ശേഷം അത് റിയൽ എസ്റ്റേറ്റ് സ്വഭാവത്തിൽ അതിനെ മാറ്റുമെന്നും ഈ യുദ്ധത്തിന് ചിലവായ പൈസ തിരിച്ചു പിടിക്കുമെന്നൊക്കെ പറയുന്ന പ്രഖ്യാപനങ്ങൾ ഇസ്രായേൽ ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പം വളരെ ആസൂത്രിതമായിട്ടാണ് ഇസ്രായേലിൻ്റെ ഈ നീക്കം എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമാണ്, ഈ UN പൊതുസഭയടക്കമുള്ള സംവിധാനങ്ങൾ ഒരു സ്വതന്ത്ര പാലസ്തീൻ, അതായത് 1967 പ്രഖ്യാപിക്കപ്പെട്ട അതിർത്തികളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്വതന്ത്ര പാലസ്തീന് വേണ്ടി വാദിക്കുമ്പോൾ ഒരിക്കലും ഈ പലസ്തീൻ രാഷ്ട്രം സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രം എന്നുള്ള സങ്കല്പം ഒരിക്കലും നിലവിൽ വരില്ല എന്ന് ഉറപ്പിക്കുന്ന രീതിക്കാണ് നിലവിൽ ഇസ്രായേലിൻ്റെ നീക്കം. ഇതിപ്പം ഒരു ഗാസയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന നീക്കമല്ല. ഇപ്പോൾ ഗാസയിൽ ഒരിക്കലും അങ്ങനെ ഒരു പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ ഭാഗമായി ഗാസ മാറില്ല എന്ന് ഒരു ഉറപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം അധിനിവേശ വെസ്റ്റ് ബാങ്ക് അടക്കം ഇപ്പം കിഴക്കൻ ജെറുസലേമിനെ തലസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ദ്വിരാഷ്ട്രമാണ് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ അത്തരത്തിൽ വെസ്റ്റ് ബാങ്കിലടക്കം ഒരു പലസ്തീൻ രാഷ്ട്രത്തിൻ്റെ സ്വഭാവം ഉണ്ടാവില്ല എന്നോടെ കൂടി ഇസ്രായേൽ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ അടുത്തിടെയാണ് ഈവണിനകത്ത് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അതായത് കിഴക്കൻ ജെറുസലേമിനോട് ചേർന്ന് കിടക്കുന്ന ഈ വെസ്റ്റ് ബാങ്കിൻ്റെ വടക്കും തെക്കും മേഖലകളെ തമ്മിൽ വേർതിരിക്കാവുന്ന, അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പലസ്തീനികൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത വിധം വഴികൾ അടയ്ക്കാൻ സാധ്യതയുള്ള ഒരു ഈവൺ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. ഏകദേശം 12 സ്ക്വയർ കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ ഈവൺ പ്രദേശം. ഇവിടെ പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ പാടില്ല എന്നുള്ളതാണ് നിലനിൽക്കുന്ന അന്താരാഷ്ട്ര നിയമങ്ങളുടെ എല്ലാം മാനദണ്ഡ പ്രകാരമുള്ള ഒരു നിലവിൽ നിൽക്കുന്നൊരു വ്യവസ്ഥ. എന്നാൽ ഈ വ്യവസ്ഥകളെല്ലാം നഗ്നമായി ലംഘിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഈ ഈവനിൽ നിർമ്മാണ പ്രവൃത്തികളുമായി മുന്നോട്ട് പോകുന്ന ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 3400ഓളം സെറ്റിൽമെൻറ്റുകൾ ഇവിടെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. കൃത്യമായിട്ടും ഈ ഒരു സ്വതന്ത്ര പലസ്തീൻ എന്ന് പറയുന്ന ഒരു ഭൂപ്രകൃതിയുടെ സ്വഭാവത്തെ ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഈവനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത്. കാരണം പലസ്തീനികൾക്ക് അവരുടെ വെസ്റ്റ് ബാങ്കിൻ്റെ വടക്കുന്നും തെക്കുന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരുടെ വഴി തന്നെ കൊട്ടിയടക്കപ്പെടുന്ന രീതിയിട്ട് ഈ നിർമ്മാണ പ്രവൃത്തികൾ മാറുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് ലോകം അംഗീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പലസ്തീൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൻ്റെ ഒരു ജിയോഗ്രാഫിക്കൽ സ്റ്റാറ്റസ്, ഇതിനെ മുഴുവൻ തകിടം മറിക്കുന്ന രീതിക്കാണ് നിലവിൽ ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ നടക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ കൂടുതൽ പ്രതിരോധത്തിലാവുന്നത്. ഇപ്പോൾ ഈ വംശഹത്യയായിട്ട് ബന്ധപ്പെട്ട് UN അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്. നമുക്കറിയാം കൃത്യമായിട്ടും ഒരു വംശഹത്യാ സ്വഭാവത്തിൽ ഇസ്രായേൽ നടത്തുന്ന നീക്കങ്ങളുടെ ഒരു നീണ്ട പട്ടിക ഇതിനു മുമ്പ് തന്നെ ലോകം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് വന്നതിന് മുമ്പ് ആംനസ്റ്റി ഇൻ്റർനാഷണൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇസ്രായേൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 2 മനുഷ്യാവകാശ സംഘടനകൾ ഈ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് എത്രയോ നാൾ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ റിപ്പോർട്ടുകളിലെല്ലാം വളരെ വളരെ ഗൗരവമായി സൂചിപ്പിച്ചൊരു വിഷയമാണ് ഈ പലസ്തീനികളുടെ ജനസംഖ്യ, അല്ലെ പലസ്തീനികളുടെ ജനനം പോലും നിയന്ത്രിക്കുന്ന തരത്തിലേക്ക്, അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഈ ഇസ്രായേൽ സൈന്യം ഈ ഗാസയിലെ നീക്കങ്ങൾ നടത്തുന്നുള്ളത്. ഗാസയിൽ മാത്രമല്ല, വെസ്റ്റ് ബാങ്കിലും ഇതിൻ്റെ ഒരു വേറൊരു സ്വഭാവം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഗാസയായിട്ട് വരുവാണെങ്കിൽ ഗാസയിൽ ഈ യുദ്ധം എന്നല്ല, ശരിക്കും പറഞ്ഞാൽ വംശഹത്യ എന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ച് പറയണം. ഗാസയിലെ വംശഹത്യ ആരംഭിച്ചതിന് ശേഷം ഏകദേശം 712 ദിവസമായിട്ടുണ്ട്. ഈ 712 ദിവസം കൊണ്ട് 19,424 കുഞ്ഞുങ്ങളാണ് ഗാസയിൽ മരിച്ചത്. അത് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഓരോ 52 മിനിറ്റിലും ഓരോ കുട്ടി വീതം മരിക്കപ്പെടുന്നതാണ് നിലവിലെ കണക്ക്. അതായത് ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട ഏകദേശം 69,000-ഓളം വരുന്ന ജനങ്ങളിൽ ഏകദേശം 30% കൊല്ലപ്പെട്ടത് ഈ കുഞ്ഞുങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ളൊരു ചിത്രം. നമുക്കറിയാം ആയിരക്കണക്കിന് നവജാത ശിശുക്കൾ, അതായത് 1 വയസ്സ് പോലും തികയാത്ത ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഈ നിമിഷം വരെ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളെ കൊന്നൊടുക്കി ഈ പലസ്തീനിയൻ ജനതയുടെ വംശവർദ്ധനവിനെ തടയുക എന്നുള്ളൊരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടെന്ന് വളരെ വ്യക്തമാണ്. നമുക്കറിയാം 2023 ഒക്ടോബർ 7-നാണ് ഇസ്രായേൽ ഗാസയിൽ അധിനിവേശം ആരംഭിക്കുന്നത്. ഈ സംഭവം കഴിഞ്ഞത് ഒക്ടോബറിന് ശേഷം 2020 നവംബർ ആകുമ്പോഴേക്കും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്. നമ്മൾ വളരെ ഗൗരവത്തോടെ ഓർമ്മിക്കേണ്ട ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവനയിൽ അന്റോണിയോ ഗുട്ടറസ് ചൂണ്ടിക്കാണിച്ചത് ഗാസ കുഞ്ഞുങ്ങളുടെ ശവപ്പറമ്പാവുന്നതാണ്.
അതായത് അന്ന് എന്താണ് അന്റോണിയോ ഗുട്ടറസ് പറയാൻ ശ്രമിച്ചത്, അത് അതിൻ്റെ ഏറ്റവും തീവ്രതയോടെയും ഭീകരതയോടെയും ലോകം മനസ്സിലാക്കുന്ന ഒരു കാലത്താണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ അന്ന് തന്നെ, അതായത് 2023 ഒക്ടോബർ 7 ഈ ഗാസ അധിനിവേശം തുടങ്ങുമ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ ലക്ഷ്യം കൃത്യമായിട്ടും ഗാസയിലെ പലസ്തീനിയൻ ജനതയുടെ ഉന്മൂലനം തന്നെയായിരുന്നുള്ളത് കൂടുതൽ വ്യക്തമാണ്. ഇപ്പോൾ നമ്മൾ പുറകോട്ട് പോയി നോക്കുമ്പോൾ ഇപ്പോൾ 2023 അവസാനത്തോടു കൂടി ഗാസയിലുണ്ടായിരുന്ന ഏക IVF ഹോസ്പിറ്റൽ അവർ നശിപ്പിച്ച് കളഞ്ഞു. ഈ IVF ഹോസ്പിറ്റൽ തകർക്കപ്പെടുമ്പോൾ ഏകദേശം 4000-ഓളം ഭ്രൂണങ്ങളും 1000-ഓളം ബീജസാമ്പിളുകളാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ആസൂത്രിതമായിട്ട് അതിൻ്റെ ഏറ്റവും ഒടുവിൽ അത് ചെന്ന് എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് അവിടുത്തെ ഏറ്റവും ശേഷിക്കുന്ന ഏക പീഡിയാട്രിക് ഹോസ്പിറ്റൽ അവർ നശിപ്പിച്ച് കളഞ്ഞത്. ഡ്രോൺ ആക്രമണമായിരുന്നു. അപ്പോൾ ഈ ഡ്രോൺ ആക്രമണം നടക്കുമ്പം അവിടെ 80ഓളം കുട്ടികളായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. പക്ഷേ ഡ്രോൺ ആക്രമണം കഴിഞ്ഞ് പിന്നീട് അവിടെ അവശേഷിച്ചത് വെറും 17 കുട്ടികളാണ്. ഈ 17 കുട്ടികളെന്ന് വെച്ചാൽ അവർക്ക് ഈ ബാക്കി ആളുകൾ അവരുടെ കുട്ടികളെയും കൊണ്ട് ജീവനും കൈപ്പിടിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു ഈ ഡ്രോൺ ആക്രമണത്തിന് ശേഷം. പക്ഷേ ഈ 17 കുട്ടികൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, കാരണം അവരവിടെ വെന്റിലേറ്റർ ചികിത്സയിലാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും വംശഹത്യയുടെ സ്വഭാവത്തിൽ ഇസ്രായേൽ അവിടെ ഗാസയിൽ ആക്രമണം നടത്തിയെന്നുള്ളതിന് നിരവധി തെളിവ് പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും റീസെൻ്റായിട്ട് ഹിന്ദ് റജബ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, 5 വയസ്സുകാരി പെൺകുട്ടി. ഈ പെൺകുട്ടിയുടെ അനുഭവം ഇപ്പോൾ അത് ഈ കഴിഞ്ഞ വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ ആ പെൺകുട്ടിയുടെ അനുഭവം സിനിമയാക്കിയിരുന്നു. അതിന് അവിടെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് ലഭിച്ചിരുന്നു. അപ്പം ഈ ഹിന്ദ് റജബിൻ്റെയൊക്കെ ഒരു അനുഭവം ലോകം ഇതിനകം വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിനൊപ്പം കഴിഞ്ഞ 2024 ജനുവരിയിൽ ഗാസയിൽ നിന്ന് പലായനം ചെയ്യുന്ന കാറിൽ പലായനം ചെയ്യുകയായിരുന്നു ഹിന്ദ് റജബിൻ്റെ കുടുംബം. ഈ കുടുംബത്തിന് നേരെ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ ടാങ്കുകൾ ആക്രമണം നടത്തുകയാണ്. അപ്പോൾ ഈ ആക്രമണത്തിൽ തൽക്ഷണം ആ കുട്ടിയുടെ അമ്മാവനും അമ്മായിയും അടുത്ത 3 ബന്ധുക്കളും തൽക്ഷണം കൊല്ലപ്പെട്ടു. ഹിന്ദ് റജബും ഒരു ബന്ധുവായ ഒരു പെൺകുട്ടി മാത്രമാണ് ആ സമയത്ത് കൊല്ലപ്പെടാതിരുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? ഇവർ പെട്ടെന്ന് തന്നെ അവിടുത്തെ റെഡ് ക്രോസിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നു. ഇവർ രണ്ടുപേരെയും മൃതദേഹത്തിൻ്റെ മറപറ്റി രക്ഷപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് ഇസ്രായേൽ സേന ആക്രമണം തുടരുകയാണ്. ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്ന ബന്ധുവായ പെൺകുട്ടി മരിച്ചു വീഴുന്നു. ഈ 5 വയസ്സുകാരിയായിട്ടുള്ള ഹിന്ദ് റജബ് ഈ മൃതദേഹങ്ങളുടെ മറപറ്റി ഈ വെടിയേൽക്കാതെ സഹായത്തിനായി ഇങ്ങനെ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഇവരെ സഹായിക്കാനുള്ള റെഡ് ക്രോസ് സേന എത്തുമ്പോഴേക്കും ഈ പെൺകുട്ടി മരിച്ചിരുന്നു. പിന്നീട് ഇസ്രായേൽ അതിന് കൊടുത്ത ന്യായീകരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സേനയെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. പക്ഷേ പിന്നീട് ലോകത്തെ പ്രധാന മാധ്യമങ്ങൾ കൃത്യമായ വിവരം പുറത്തുവിട്ടു. ആ സമയത്ത് ഇസ്രായേൽ സേന അവിടെ ഉണ്ടായിരുന്നെന്നും അവർ ഈ കുട്ടികളുടെ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ആക്രമണം നടത്തിയേക്കാമെന്നും അതിലും ഗൗരവമായിട്ട് ഈ മാധ്യമങ്ങൾ പുറത്തുവിട്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേനയ്ക്ക് കൃത്യമായിട്ട് ഈ കാറിനകത്തിരിക്കുന്ന കുട്ടികളെയും അവരുടെ ബന്ധുക്കളെയും എല്ലാം കാണാൻ പറ്റുമായിരുന്നുവെന്നും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ 335ഓളം വെടിയുണ്ടകളാണ് ഈ കാറിനേറ്റതെന്നും ഒക്കെയാണ് പിന്നീട് പുറത്തു വന്ന വിവരം. അപ്പം വളരെ ആസൂത്രിതമായിട്ടാണ് കുട്ടികളടക്കമുള്ള ഒരു സംഘങ്ങളെ ഇസ്രായേൽ ആക്രമിക്കണം എന്നുള്ള ഒരു തെളിവായിട്ടാണ് ഇത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സമാനമായൊരു അനുഭവം വെസ്റ്റ് ബാങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അവിടെ ഒരു നാജി അൽ ബാബ എന്ന് പറയുന്ന 14 വയസ്സുകാരനായ ഒരു ആൺകുട്ടിയുണ്ട്. അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഫുട്ബോൾ പ്ലെയറാണ്. ഫുട്ബോൾ കളിച്ച് റൊണാൾഡോയെ പോലെ ഒരു ഫുട്ബോളറായി മാറണമെന്ന് ആഗ്രഹിച്ച നാജി അൽ ബാബ എന്ന് പറയുന്ന 14-കാരൻ. അവനൊരു കൂട്ടുകാരോടൊപ്പം ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ സേന അങ്ങോട്ട് വരുന്നു. ഒരു പ്രകോപനവുമില്ലാതെ കുട്ടികൾക്ക് നേരെ വെടിയുതിർക്കുന്നു. നാജി അൽ ബാബ കൊല്ലപ്പെടുന്നു. ഇതിൽ ഏറ്റവും ക്രൂരായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നാജി അൽ ബാബയുടെ മൃതദേഹത്തിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്നു. അതിനകത്ത് 4 വെടിയുണ്ടകളാണ് ഈ കുട്ടിക്ക് ഏറ്റത്. അതിൽ ഒരെണ്ണം ഹൃദയം തുളച്ചു പോയ വെടിയുണ്ടയാണ്. അപ്പോൾ ഒരു ഇസ്രായേൽ സേന നടത്തിയത് ആക്രമണം തന്നെയാണെന്ന് വളരെ വ്യക്തമാകുന്നൊരു ഫോറൻസിക് റിപ്പോർട്ടാണത്. അതിനുശേഷം ഈ വെടിയേറ്റ ഈ കുട്ടി 30 മിനിറ്റോളം അവിടെ കിടന്നു. അങ്ങനെയാണ് കുട്ടി കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കൊല്ലപ്പെട്ട നിരവധിയായ കുട്ടികളുടെ ചരിത്രം കഴിഞ്ഞ 712 ദിവസങ്ങൾക്ക് പറയാനുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ കൃത്യമായിട്ട് വംശഹത്യയുടെ സ്വഭാവത്തിൽ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ അമേരിക്ക അടക്കമുള്ള ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന പ്രധാന രാജ്യങ്ങൾക്കൊന്നും ഈ വിഷയങ്ങളിൽ മൗനം മാത്രമാണ്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാഷിങ്ടണിൽ ചെല്ലുന്നു, ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നു. നെതന്യാഹു നിലവിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതി യുദ്ധക്കുറ്റവാളിയായി പ്രഖ്യാപിച്ച ഒരാളാണ്. പക്ഷേ ആ കോടതിയെ അമേരിക്ക അംഗീകരിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ വളരെ സ്വതന്ത്രനായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിന് അമേരിക്കയിൽ പോകാൻ പറ്റി. ഇപ്പം നമുക്കറിയാം, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ UN പൊതുസഭയുടെ ജനറൽ അസംബ്ലി കൂടാൻ പോവുകയാണ്. അപ്പോൾ ഈ ജനറൽ അസംബ്ലിയിൽ പലസ്തീൻ പ്രതിനിധികൾക്ക് പക്ഷേ അമേരിക്ക വിസ ഡിനൈ ചെയ്തു. അമേരിക്ക പറഞ്ഞു നിങ്ങൾക്ക് വിസ തരാൻ പറ്റില്ല എന്ന്.
അപ്പോൾ ഇപ്പോൾ നിലവിൽ പലസ്തീൻ പ്രസിഡന്റ് ഈ ഒരു എന്താ പറയുക വെർച്വൽ മീറ്റിങ്ങിലൂടെയാണ് UN അസംബ്ലി അഡ്രസ്സ് ചെയ്യുന്നത്. അതിനെ അമേരിക്ക എതിർത്തിരുന്നു, പക്ഷേ മറ്റു രാജ്യങ്ങളെല്ലാം അതിനനുകൂലമായി വോട്ട് ചെയ്യുകയും ഇപ്പോൾ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പം ഇത്തരത്തിൽ അമേരിക്ക വളരെ നഗ്നമായിട്ട് ഈ ഇസ്രായേൽ നടത്തുന്ന ഇത്തരം വംശഹത്യയെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണുള്ളത്. ഇതിനകത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു വിധിവൈപരീത്യമുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും ക്രൂരമായ വംശഹത്യക്കിരയായ വിഭാഗമാണ് ജൂതർ. നമുക്കറിയാം, ഈ നാസി ജർമ്മനിയുടെ കാലത്ത് ഏതാണ്ട് 6 ദശലക്ഷത്തോളം ജൂതരാണ് കൂട്ടക്കൊലക്കിരയായെന്നാണ് കണക്ക്. അപ്പോൾ ഈ ജൂതരുടെ കൂട്ടക്കൊലയുടെ വേദന ഉൾക്കൊണ്ടാണ് 1948 ഐക്യരാഷ്ട്രസഭ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വംശഹത്യ കൺവെൻഷൻ്റെ മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തുന്നത്. അപ്പം ആ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച്, ആ മാനദണ്ഡങ്ങളിൽ പറയുന്ന വംശഹത്യ സ്വഭാവത്തിൽ അന്ന് പീഡനത്തിനിരയായ ജൂതരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഭരണകൂടം പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ആ ഭരണകൂടത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സൈന്യം പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ 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 നിരാശയോടെയും വളരെ വേദനയോടെയും കൂടി ആണ് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ഈ ക്രൂരമായ വംശഹത്യക്കെതിരെ ഈ ചരിത്രങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് ലോകം നിരന്തരം പ്രതികരിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അവിടെ പിണഞ്ഞു വീഴുന്ന ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ മുറ്റത്തോ നമ്മുടെ വീടകങ്ങളിലുള്ള കുട്ടികളാണെന്നുള്ള തിരിച്ചറിവിൽ ഇസ്രായേലിൻ്റെ ഈ വംശഹത്യയെ ലോകം പ്രതിരോധിക്കേണ്ടതുണ്ട്. ലോകം അതിനെതിരെ നിരന്തരം പോരാടേണ്ടതുണ്ട്.